ഏ 100% ഇല്ല. അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് തന്നെയാണല്ലോ, അറിവിൻ്റെ ഇല്ലായ്മ, അറിവാകെ ഉള്ളത്. അപ്പോൾ പിന്നെ കർമ്മം എന്ത് ത്യജിക്കാൻ? കർമ്മം ഉണ്ടെന്ന് അംഗീകരിക്കുന്നവന് മാത്രമാണ് കർമ്മം ത്യജിക്കാനുള്ളത്. മനസ്സിലായില്ല? ചിന്ത മാത്രമാണ് കർമ്മം. ഇപ്പം എനിക്ക് കർമ്മമുണ്ട് എന്നൊരുത്തൻ പറഞ്ഞാൽ അവൻ ആത്മാവിനെ അംഗീകരിക്കാത്തവനാണ്. അജ്ഞാനം മാത്രമാണത്. അത് ചിത്തവിക്ഷേപമാണ്, വെറും ചിത്തവിക്ഷേപം മാത്രമാണ്. ചിത്തവിക്ഷേപത്തിന് എന്ത് ത്യജിക്കാൻ? അപ്പം കർമ്മവും അജ്ഞാനമാണ്, കർമ്മത്യാഗവും അജ്ഞാനമാണ്. കർമ്മം ഉണ്ടായിട്ട് വേണ്ടേ ത്യജിക്കാൻ. അതുകൊണ്ടാണ് ചിലരോട് ചോദിക്കുകയാണ്, നിങ്ങൾ അതൊക്കെ ചെയ്തു. ഞാനല്ല എന്ന് വളരെ വ്യക്തമായി പറയും. അതുകൊണ്ട് 100% പോവും. സംശയം തീർന്നു ഏതാണ്ട്. എന്നാലും ഉറയ്ക്കുന്നില്ല. നോക്കാൻ നമുക്ക് പോകുമെന്ന്. മുഴുവൻ തീരുകയില്ലായിരിക്കും ഈ വർഷവും. വാസനയൊക്കെ പോവും. കർമ്മം പോകുന്ന കൂടെ വാസനയെല്ലാം ഇറങ്ങിപ്പോവും. അതായത് മുഖ്യമന്ത്രി തൊടുപുഴയ്ക്ക് വരികയാണ്, കൂടെ ഒരുപാട് പരിവാരങ്ങളുണ്ടാവും. മുഖ്യമന്ത്രി പോയി കഴിഞ്ഞ് പിന്നെ പരിവാരമൊക്കെ ഇവിടെ നിൽക്കുമോ? അതൊക്കെ കൂടെ പോവും. അജ്ഞാനം പോയാൽ ഇതെല്ലാം ഒന്നിച്ചിറങ്ങി പോവും. ആ മുഖ്യമന്ത്രി പോവും. വേണ്ടി വരികയില്ല. കാരണം എന്താ വെച്ചാൽ ഈ 5 കൊല്ലം എന്ന് പറയുന്നത് ഈ പഞ്ചകോശങ്ങളാണ്. ഇവനെ ഈ കോശത്തിൽ നിന്ന് പുറത്താക്കിയാൽ ഇപ്പം പോവും. 5 കൊല്ലം റൈറ്റാണ്. അന്നമയവും പ്രാണമയവും വിജ്ഞാനമയവും ആനന്ദമയവും ആകുന്ന ഈ 5 കോശമായി ഇവൻ്റെ 5 കൊല്ലം. ശരിയായി അടിക്കാനറിയുന്നവൻ ആഞ്ഞൊന്നടിച്ചാൽ പോവും. അങ്ങനെയാണ് ഇത് പോകുന്നത്. നോക്കാം. അചിന്യം ചിന്യമാനോപി ചിന്താരൂപം ഭജത്യസൗ തെക്ത്വാ തദ്ഭാവനം തസ്മാത് ഏവമേവാഹമസ്ഥിതഃ. അചിന്യം ചിന്യമാനോപി ചിന്താരൂപം ഭജത്യസൗ തെക്ത്വാ തദ്ഭാവനം തസ്മാത് ഏവമേവാഹമസ്ഥിതഃ. അചിന്യം ചിന്യമാനഃ വി അസൗ ചിന്താരൂപം ഭജതി തസ്മാത് തദ്ഭാവനം തെക്ത്വാ അഹം ഏവമേവ ആസ്ഥിതഃ. അചിന്യം, അചിന്യമായ ബ്രഹ്മത്തെ, ചിന്തയ്ക്ക് വിഷയീഭവിക്കാത്ത ബ്രഹ്മത്തെ, അചിന്യമായ ബ്രഹ്മം ചിന്തയ്ക്ക് വിഷയീഭവിക്കുന്നതല്ല. ചിന്യമാനഹാവി, ധ്യാനിക്കുന്നവനായാലും ചിന്തയ്ക്ക് വിഷയമല്ലാത്ത ബ്രഹ്മത്തെ ചിന്തിക്കുന്നവനായാലും അസൗ അവൻ ചിന്താരൂപം, ഒരുതരം ചിന്താരൂപത്തെ ഭജിക്കുന്നു. ചിന്തയ്ക്ക് വിഷയീഭവിക്കുന്നതല്ല ബ്രഹ്മം എന്നു പറഞ്ഞ് ചിന്തിക്കുന്നു. മനസ്സിലായില്ല തട്ടിപ്പ്? ഒന്നും ചെയ്യരുതെന്നാണ്. എല്ലാം നാച്ചുറലായിട്ടുള്ളത് അങ്ങ് നടന്നോട്ടെന്നാണ്. വളരെ ക്ലിയറായിട്ടാണ് പറഞ്ഞത്. അചിന്യം ചിന്യമാനഃ അഭി,
അചിന്യമാണ് ബ്രഹ്മം. അത് പറയാത്ത ഒരു സ്വാമി ഉണ്ടാവില്ല. എന്നിട്ടാണ് പറയുന്നത് കണ്ണടച്ചോളാൻ. പണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ മറ്റവരെ കൊണ്ട് കണ്ണടപ്പിച്ച് സാധനം അടിച്ച് സ്ഥലം വിട്ടത്. ബ്രഹ്മം അതുമല്ല. അനുഭൂതിക്ക് വിഷയം വേണം. അനുഭൂതിക്ക് വിഷയവും അല്ല ബ്രഹ്മം. അറിവ് മാത്രമാണ്, മറ്റൊന്നും ഇവിടെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് വളരെ ക്ലിയറായിട്ടാണ് പറയുന്നത്. അചിന്യം ചിന്യമാനോപി. അചിന്യമാണ് ഈശ്വരൻ, അചിന്യമാണ് ബ്രഹ്മം, അചിന്യമാണ് എന്നൊക്കെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ പറയും, ഞാൻ നിങ്ങൾക്കൊരു ദീക്ഷ മൂലാധാരത്തിൽ തൊട്ട് തരാം, അപ്പോൾ നിങ്ങളുടെ കുണ്ടലിനി ഉണരും, പിന്നെ നിങ്ങൾ കണ്ണടച്ചാൽ ഇതെല്ലാം കാണും. ഇതൊരു കൂട്ടർ. മറ്റൊരു കൂട്ടർ അചിന്യമാണ് ബ്രഹ്മം, പക്ഷേ ഞാനിത് നിങ്ങൾക്ക് തരാൻ കണ്ണൊന്നടച്ചോളൂ. വൃത്തവലയങ്ങൾ കാണുന്നില്ലേ? അതിൻ്റെ നടുക്ക് ഞാൻ ഇരിക്കുന്നതായി കാണുന്നില്ലേ? ഇങ്ങനെ ഭ്രമിപ്പിച്ച് ഇങ്ങനെ ഭ്രമിപ്പിച്ച് അചിന്യത്തെ ചിന്യമാക്കുന്നു. അചിന്യം ചിന്യമാനഃ അഭി. അചിന്യമാണ് എന്ന ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവനായാലും അസൗ അവൻ ചിന്താരൂപം ഭജതി. ഒരുതരം ചിന്താരൂപത്തെ ഭജിക്കുന്നു. അവനും ഭജിക്കുന്ന ഒരു ചിന്താരൂപത്തെയാണ്. തസ്മാത് അതുകൊണ്ട് തദ്ഭാവനം, ആ ഭാവനയും തെക്ത്വാ വിട്ടിട്ട്, അതും ഞാൻ വിട്ടിരിക്കുന്നു. യഥാർത്ഥത്തിലുള്ളത് തെറ്റാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ ലോകത്ത് രൂപാന്തരപ്പെട്ടു വരുന്ന ഈ കർമ്മകലാപങ്ങളൊക്കെ കണ്ണുകൾക്ക് ദൃശ്യമായതൊക്കെ തെറ്റാണ്, ചെവിക്ക് കേൾക്കുന്നതൊക്കെ തെറ്റാണ്. അതിനെയൊക്കെ വിട്ട് അചിന്യമായ ഒന്നിനെ കാണാൻ ചിന്തയെ ജ്വലിപ്പിച്ച് ചിന്യമായതിനെ ഭജിക്കുന്നു. അതും ഞാൻ ത്യജിക്കുന്നു. അതും വിട്ടിട്ട് അഹം ഏവമേവ ആസ്ഥിത, ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. മനസ്സിലായില്ല? ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇപ്പം എങ്ങനെയോ അങ്ങനെ ഇരിക്കുന്നു. ശരിക്കും മനസ്സിലാവും നല്ലപോലെ ശ്രദ്ധിച്ചാൽ. കാരണം എന്താ വെച്ചാൽ ഓരോ സ്റ്റേജ് അവിടെ എടുത്ത് കളയുമ്പോഴും കാര്യം പറഞ്ഞാൽ കളയുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്നു എങ്കിൽ ശരിക്കും മനസ്സിലാവും. അതിനകത്തെ നേരത്തെ പറഞ്ഞത് കേൾക്കാതെ ഏവമേവ ആസ്ഥിത എന്ന് മാത്രം കേട്ടാൽ അപകടം. അതാണ് സംശയം വന്നത്. ഇങ്ങനെ ആയിപ്പോയാൽ ആകെ കുഴപ്പമാവും. അതിനു മുമ്പുള്ളത് പറഞ്ഞു, കൃത്യമായി പറഞ്ഞു. മനസ്സിൻ്റെയാണ് വിക്ഷേപങ്ങൾ, അതങ്ങനെ തന്നെ വിട്ടു. അപ്പോൾ കർമ്മം ഒന്നും തടയുന്നുമില്ല, സ്വീകരിക്കുന്നുമില്ല. എങ്ങനെ വരുന്നോ അതങ്ങനെ പൊക്കോട്ടെ, ഞാനല്ല ചെയ്യുന്നത്. മനസ്സിലായില്ല? അടുത്തത് വന്നു. ഇനി ധ്യാനജപങ്ങളെ എടുത്തു. ധ്യാനിക്കാൻ ഞാൻ പോയിരുന്നു, കണ്ണടച്ചാൽ ഒരു വിഷയത്തെ ധ്യാനിക്കുന്നു. ധ്യാനത്തിന് അതീതമാണ് ബ്രഹ്മമെന്ന് പറയുന്നു. മനസ്സിലായില്ല? അതുകൊണ്ട് ഞാൻ അതും ത്യജിക്കുന്നു. ചിന്താതീതമായ പരമാത്മാവിനെ ധ്യാനിക്കുന്നവനും ഒരു തരം ചിന്തയിൽ ഏർപ്പെട്ടിരിക്കുകയാൽ ആ ധ്യാനഭാവനയും വെടിഞ്ഞ് ഞാൻ ഇന്നിലയിൽ വാഴുന്നു.
മതങ്ങൾ കൂടുതൽ ജടിലങ്ങളാവുന്നു, ഭരണങ്ങൾ കർക്കശങ്ങളാകുന്നു, ധർമ്മം അധർമ്മമാകുന്നു, ഋതങ്ങൾ അനൃതങ്ങളാകുന്നു, ആചാരങ്ങൾ അനാചാരങ്ങളാകുന്നു, ഋഷികൾ തർക്കങ്ങളിൽ ഏർപ്പെടുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ വളരുന്നു, എങ്ങും അശാന്തി പടരുന്നു. ഈ സമയത്ത് രംഗപ്രവേശം ചെയ്തതായിരിക്കണം അഷ്ടാവക്രഗീത. മനസ്സിലായില്ല? അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പറ്റിയതും അഷ്ടാവക്രഗീതയാണ്. അതുണ്ടാവുമല്ലോ, ഇത് ചാക്രിയമല്ലേ. ഇതേപോലൊരവസ്ഥ. ഒരുത്തനെ തലയും കുത്തി നിർത്തി കാശടിക്കുന്നു, വേറൊരുത്തനെ തുള്ളിച്ചാടിച്ച് കാശടിക്കുന്നു, മറ്റവനെ കണ്ണടച്ച് പിടിച്ച് കാശടിക്കുന്നു. മനസ്സിലായില്ല? അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുത്തൻ വന്നിട്ട് പറയുന്നു, ഇതെല്ലാം ഉള്ളതിരിക്കട്ടെ, ഞാൻ ഇന്നലയിലിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം ആകെ ഒരു ആശ്വാസത്തോടെ ആ നിലയിൽ അങ്ങ് ഇരിക്കും. ബാക്കിയുള്ളവൻ്റെ പണി പൂട്ടും. അതാണ് പറഞ്ഞത്. സുഖമൊക്കെ ഇപ്പോൾ ഉള്ള ഇരിപ്പിൽ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം ആകെപ്പാടെ ഈ ഇരിപ്പിരുന്ന് കഴിഞ്ഞാൽ എല്ലാ പണിയും പൂട്ടും. പിന്നെ ഞങ്ങൾ സ്വാമിമാരൊക്കെ വയറ്റത്തടിച്ച് പാടേണ്ടി വരും. മനസ്സിലായില്ല? സാധനം ഉഗ്രൻ എന്ന് പറഞ്ഞാൽ പോലെ ആറ്റൻ. പുറത്തു പോയി പറയരുത്. വളരെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് സമയം എന്തായി? 6:20. അതിന് വിശ്രമമൊന്നും വേണ്ടേ? എന്നാലും വൈകുന്നേരം കുളിക്കുക. 8 മണിക്ക് വീണ്ടും കൂടുകയല്ലേ? മഴയത്തൊന്ന് കുളിക്കുക അല്ലേ? നല്ലതാണ്. ഇത് വെർജിനായിരിക്കും, ആദ്യത്തെ മഴയല്ലേ. ഒരു ശ്ലോകം കൂടെ അങ്ങ് തീർക്കാം. അപ്പോൾ അടുത്ത അധ്യായം. ഏവമേവാകൃതം യേനാം സകൃതാർത്ഥോ ഭവേദസൗ ഏവമേവ സ്വഭാവോയം സകൃതാർത്ഥോ ഭവേദസൗ യേന ഏവമേവ കൃതം സഹ അസൗ കൃതാർത്ഥഃ ഭവേത് യ ഏവമേവ സ്വഭാവഃ സ അസൗ കൃതാർത്ഥഃ ഭവേത്. യാവനൊരുത്തൻ ഇപ്രകാരം തന്നെ ഈ സ്ഥിതി നേടിയോ, ഏവമേവ ഈ നില, ഈ അവസ്ഥ നേടിയോ, സഹ അസൗ ആ അവൻ കൃതാർത്ഥഃ ഭവേത് കൃതാർത്ഥനായി ഭവിക്കും. ഞാനീ നേടിയ അവസ്ഥ യാതൊരുവൻ നേടിയോ അവൻ കൃതാർത്ഥനാവും. യഹ ഏവമേവ സ്വഭാവഃ യാതൊരുവൻ ഈ സ്ഥിതി തന്നെ സ്വഭാവമായി തീർന്നുവോ അവൻ സഹ ആ അവൻ കൃതാർത്ഥഃ ഭവേത് കൃതാർത്ഥനായി ഭവിക്കും. അപ്പം ഇന്നലെ നേടിയവൻ ആരോ അവൻ കൃതകൃത്യനായിത്തീരുന്നു. ഈ സ്ഥിതി സ്വഭാവമായി തീർന്നവൻ ചരിതാർത്ഥനായിത്തീരുന്നു. അപ്പം ചാരിതാർത്ഥ്യത്തിൻ്റെയും കൃതാർത്ഥതയുടെയും ലോകം ജനകൻ പറഞ്ഞു. ഇനി എന്താണ് സുഖം? അതും ജനകൻ പറയാൻ പോവാണ്. അഷ്ടാവക്രനിൽ നിന്ന് കേട്ടിട്ട് പഴയൊരു സമ്പ്രദായമാണ്. ഗുരു ഇത് പഠിപ്പിക്കും. എന്നിട്ട് ശിഷ്യൻ ഇത് എത്ര ഉൾക്കൊണ്ടു എന്നറിയാൻ ശിഷ്യൻ പറയും തിരിച്ച്. ഗുരുവിനോട് പറയും. അത് കഴിയുമ്പം രണ്ടുപേരും ഒന്നാകുന്ന ഒരു മുഹൂർത്തത്തിൽ നീ അഭയത്തിലായിരിക്കുന്നു എന്ന് ഗുരു അനുഗ്രഹിക്കും.
പിന്നെ രണ്ടില്ല. ഇങ്ങനെയാണ് പൂർണ്ണദീക്ഷയുടെയൊക്കെ ലോകം. അങ്ങനെയുള്ളൊരു ലോകമാണ് പ്രാചീനർ സൂക്ഷിച്ചു പോന്നത്. അതിലെ ഏറ്റവും ഉത്കൃഷ്ട കൃതികളിലൊന്നാണ് അഷ്ടാവക്രഗീത. ഡയറക്റ്റ് ഹിറ്റാണ്. സകല സങ്കല്പങ്ങളും സകല ആചാരങ്ങളും എല്ലാം ഉല്ലംഘിച്ചു നിൽക്കുന്നതാണിത്. ആത്മാനുഭൂതിക്ക് വേണ്ടി ഒരു പാ പോലും വാങ്ങണ്ട.